ഹലോ സച്ചി. വക്കീലേ, ഗോകുൽ സാറിനെ വിളിച്ചോ? ഞാൻ വിളിച്ചിരുന്നു. സാറ് കുറച്ച് തിരക്കില്ല. എല്ലാവർക്കും അവരവരുടേതായ തിരക്കൊക്കെ കാണും. പക്ഷേ ഇതങ്ങനെ നീട്ടിവെക്കാൻ പറ്റുന്ന ഒന്നല്ല. എനിക്ക് ഗോകുൽ സാറിനെ കണ്ടേ പറ്റൂ. അതിനാണോ നടു റോഡിൽ സാറിനെ തടഞ്ഞു നിർത്തിയത്? സച്ചി എന്താ ഈ കാണിക്കുന്നേ? ആവശ്യമില്ലാത്തതിനൊന്നും പോരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. വക്കീലിന് എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാ. കാര്യങ്ങളൊക്കെ ഞാൻ സച്ചിയോട് പറഞ്ഞു മനസ്സിലാക്കിയതല്ലേ. എന്നിട്ടും മനസ്സിലാവില്ലെന്ന് വെച്ചാലോ? കഷ്ടമാണ് സച്ചി. എങ്ങനെയെങ്കിലും ഞാൻ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ നോക്കുമ്പോ സച്ചി ഇത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. വക്കീലെ, വഴിയിൽ തടഞ്ഞു നിർത്തിയ ഗൂഗിൾ സാർ സംസാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ? അത് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. അപ്പോഴത്തെ മാനസികാവസ്ഥ ചെയ്തു പോയതാ. വക്കീലെ, ഇന്ന് തന്നെ നമുക്ക് സാറിനെ ഒന്ന് കാണണം. എനിക്കിനി ഒട്ടും കാത്തിരിക്കാൻ വയ്യ വക്കീലെ. വൈകുന്ന ഓരോ നിമിഷവും എന്റെ അർച്ചനയും മോളും എന്നീന്ന് അകന്നു പോവുക. സച്ചി ഒന്ന് അടങ്ങ്. ഗൂഗിൾ സാറിന്റെ വഴി തടഞ്ഞതുകൊണ്ട് നമുക്ക് തന്നെയാ പ്രശ്നം ഉണ്ടായത്. പെട്ടെന്നൊരു കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറല്ല. സച്ചി, ഇനി നമ്മൾ തിടുക്കം കാണിച്ചാ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കേയുള്ളൂ. പിന്നെ എപ്പോഴാ വക്കീലെ? എന്റെ ജീവിതം ഇരുട്ടിലായി നിൽക്കുമ്പോ അയാൾ അവിടെ AC മുറിയിലിരുന്ന് തിരക്കാണെന്ന് പറഞ്ഞാ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? വക്കീലെ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ആ മീറ്റിംഗ് ഒന്ന് അറേഞ്ച് ചെയ്യണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. സച്ചി, എനിക്ക് സച്ചിയുടെ സങ്കടം മനസ്സിലാവും. ഞാൻ നോക്കുന്നുണ്ട്, എല്ലാം ശരിയാവും. ഞാനേ ഇപ്പൊ ഒരു ഇമ്പോർട്ടന്റ് കേസിനായി കോടതിയിലേക്ക് ഇറങ്ങുക. എങ്കിൽ ഞാൻ കോടതിയിലേക്ക് വരട്ടെ? വേണ്ട വേണ്ട, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ ഗൂഗിൾ സാറിനെ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് വൈകിട്ട് നേരിട്ടുണ്ട് സംസാരിക്കാം. എന്താ അതുപോലെ? വക്കീലെ, ഈ ലോകത്ത് എന്റെ കൂടെ നിൽക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ വക്കീല് മാത്രമേ ഉള്ളൂ. വക്കീൽ എന്നെ കൈവിട്ട പിന്നെ സച്ചി എന്നൊരാളുണ്ടാവില്ല. സച്ചി, അർച്ചനയ്ക്ക് വേണ്ടിയ സച്ചി കരയുന്നു. പക്ഷെ ആ കണ്ണുനീര് കാണുമ്പോ പിടയുന്നത് എന്റെ നെഞ്ച. വക്കീൽ എന്തോന്നും മിണ്ടാത്തെ? എനിക്ക് വേണ്ടി സംസാരിക്കാൻ വക്കീലിന് എന്തെങ്കിലും മടിയുണ്ടോ? സച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സച്ചി ഞാൻ കൈവിടില്ലെന്ന് സച്ചിക്ക് അറിയാലോ. സച്ചി വീട്ടിൽ പോയി സമാധാനായിട്ടിരിക്കെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഹലോ സച്ചി. ഹലോ. എന്റെ ദൈവമേ, സച്ചി ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എന്റെ അർച്ചനെ തെരഞ്ഞുള്ള ഓട്ടത്തില. അവളെ അന്വേഷിച്ച് ഞാൻ ഈ ലോകം മുഴുവൻ തെരഞ്ഞു. ഇനി തിരയാൻ ഒരിടവും ബാക്കിയില്ല. ഒടുവിൽ ഞാൻ എന്റെ അർച്ചനെ കണ്ടെത്തിയത് സാറിന്റെ കൂടെയാണ്.